റസിയ, ഇനി ഈ ലേസ് മുന്നിൽ നടന്നൂടി. ഞാൻ എന്റെ പിന്നിൽ പതുക്കെ വരാം. ആരാ എന്നെ ശല്യപ്പെടുത്തുന്നൊന്നും കാണണല്ലോ. ഇനി വേ നടന്നൂടി. ഇന്നെന്തായാലും മോളെ വന്നല്ലോ കോഴിക്കോട്ടെ പെമ്പിള്ളേരെ കാന്തായി പെണ്ണ്. ഇന്നെങ്കിലും നമ്മൾ ആ ഫോട്ടോ എടുത്തിരിക്കും. നിങ്ങൾ ഒരു ചുക്കും ചെയ്യില്ല. ചുണ്ണാകുമ്പോ എന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ വരുമ്പോ പറയാം. അവളുടെ അഹങ്കാരം എന്തായിരുന്നു പാട്ടില്? കയ്യ് വെട്ടും കാല് വെട്ടും പിന്നെന്തല്ല നീ പറഞ്ഞ? എടി നിനക്കൊക്കെ വായല് നാവനുള്ളൂ. ആണൊരുത്തൻ നേർക്ക് നേരെ വന്നാലേ ഏത് പെണ്ണും വിറയ്ക്കും. നിങ്ങളാരാ മനസ്സിലായില്ല? എനിക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? നട്ടലുള്ള പെൺകുട്ടികളെ കണ്ടിക്കോ, ഇത് കയ്യൊക്കെയുള്ള പെണ്ണുങ്ങളെ കണ്ടിക്കോ. കണ്ടിക്കല്ലേ? വാ ഇഞ്ചത്തേക്ക് വാ. ഇത് ആണാണ് ബാളാണ്. വാ ഇത് ഇന്നൊന്ന് തൊട്ടോക്ക്. ഓളൊന്ന് തൊട്ടോക്ക്. ഇന്നൊന്ന് തൊട്ടോക്ക്. ഞാൻ കോഴിക്കോട്ട്. ഓളൊന്ന് തൊട്ടോക്ക്. ഓളും കോഴിക്കോട്ട്. ഇന്നൊന്ന് തൊട്ടോക്ക്. തൊട്ടക്കിട്ട് കൈ കാലം പറ്റി നാട്ടുകാർക്ക് വീട്ടുകാർക്ക് ഇട്ടോ. ഈ പെണ്ണുങ്ങൾ മുമ്പിൽ നമ്മൾ നാറും. എടാ വാ, അവളെ ക്യാമറ പിടിക്കുന്നു. വാ പോവാ വാ വാ. ഉമ്മാന്റെ പ്രകടനം മുഴുവൻ ഞാൻ അതിൽ ഇത് ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്യാൻ പോവാ. എന്തൊരു കാലത്തെ ഒറ്റയ്ക്ക് പോണ പെണ്ണുങ്ങളോട് എങ്ങനെ ആണുങ്ങൾ പെരുമാറുന്നതിന്. കോഴിക്കോട്ടെ പെണ്ണുങ്ങളെ കണ്ടിക്കോ. പൂവാലന്മാരെ പാട്ടുപാടി വിരട്ടി ഓടിച്ച ഒരു വീട്ടമ്മയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഫാത്തിമ മാഡം. നമസ്കാരം മാഡം. മാഡം പാടിയ ഒരു പാട്ട് യൂട്യൂബിലൊക്കെ ഇപ്പൊ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് മാഡത്തിന്റെ അഭിപ്രായം? ആരും പെൺകുട്ടികളെ ശല്യപ്പെടുത്താൻ പാടില്ല. പെൺകുട്ടികളെ എന്ന് പറഞ്ഞാല് വെറും ഒടല് മാത്രല്ല, ഓല് മനുഷ്യവർഗത്തിൽ പെട്ടതാണ്. അതിനനുസരിച്ച് നിൽക്കണം നാട്ടിലുള്ള ആണുങ്ങള്. ആണുങ്ങളെ കണ്ടാൽ പേടിച്ചോടുന്ന ആളുകളല്ലേ പെൺകുട്ടികള്. നല്ല കയ്യൂക്കും തന്റെയുള്ള പെണ്ണുങ്ങളെ കാണാത്തതാണ് ഈ കേരളത്തിലെ ആണുങ്ങളുടെ പ്രശ്നം. ഞാൻ ഊന്നി പറയാണ്. അതൊന്ന് കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിട്ട് ഞങ്ങള് അങ്ങനെ ഒരു ചെയ്തത്. മൂസാക്ക, വെറും ഒരു മീൻകച്ചവടക്കാരനായ താങ്കൾക്ക് ഭാര്യയുടെ ഇത്തരം ആറ്റിറ്റ്യൂഡ്, അതായത് ഈ ഫെമിനിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഒരു പ്രോബ്ലം ആയിട്ട് മാറില്ലേ? അല്ല, നിങ്ങള് മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാല് ഭാര്യ ഒരു പാട്ടുകാരിയാവുന്നതിൽ താങ്കൾക്ക് എതിർപ്പുണ്ടോന്ന്? ഞമ്മക്ക് എന്ത് എതിർപ്പ്? ഞമ്മക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഇത്രയും കാലം നമ്മൾ സഹിച്ച് ഇനിയിപ്പോ നാട്ടുകാർ കൂടി സഹിക്കണം, അത്രേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ ചാനലുകാരെ സഹിച്ചതിന് നന്ദി.